പ്രിയ സഹോദരങ്ങളെ, മനോഹരമായ ഒരു വീക്കെൻഡ് എല്ലാവർക്കും ആശംസിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു വീക്കെൻഡിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുക. ഒരു പുതുവർഷത്തിന്റെ ആദ്യ ആഴ്ചയുടെ അവസാന ദിനങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. വാരാന്ത്യം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ചാനൽ 1 പ്രേ ടൈം കാണുന്ന എല്ലാ എൻ്റെ മാന്യ സഹോദരങ്ങൾക്കും ഈ ദിനം മനോഹരത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ദൈവമഹത്വത്തെ വർണ്ണിക്കുവാൻ കിട്ടുന്ന മനോഹരമായ ഒരു നിമിഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാഴ്ചക്കാലം അത്ഭുതകരമായി നടത്തിയ ദൈവത്തിനൊന്ന് നന്ദി പറയാം. പുതുവർഷത്തിലേക്ക് വന്നു കർത്താവ് ഈ ഒരാഴ്ച എന്നെ അവിടുന്ന് പരിപാലിച്ച അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടെ നടത്തിയ വിധങ്ങൾക്കായി നന്ദി കർത്താവേ, സ്തോത്രം. ഞങ്ങളെ അതിശയകരമായി പാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യും. ദൈവസന്നിധിയിലേക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പിതാവേ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറ്റണമേ. ഈ വർഷത്തിലെ ഓരോ ദിനങ്ങളിലും നിന്റെ ഹിതം എന്നിൽ നിറവേറ്റുവാൻ ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. സമ്പൂർണ്ണമായി അങ്ങയുടെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്നെയും വിളിക്കുവാൻ സമ്പൂർണ്ണം യോഗ്യമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തിരുസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ കഴിയട്ടെ. സ്തോത്രം. ഈ ദിവസം നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരാം. കർത്താവ് നമുക്ക് ചെയ്ത നന്മകളെയൊക്കെ ഓർത്തൊന്ന് നന്ദി പറയാം. തന്നിരിക്കുന്ന ആരോഗ്യത്തിനും, തന്നിരിക്കുന്ന സാമ്പത്തിക സ്ഥിതികൾക്കും, തന്നിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾക്കും, തന്നിരിക്കുന്ന സാഹചര്യങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് കർത്താവിൽ നന്ദി പറയാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നമ്മുടെ സങ്കീർത്തന പുസ്തകം 23 പ്രാരംഭഭാഗത്തിൽ പറഞ്ഞത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ലെന്ന് പറഞ്ഞു. അവൻ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തുന്നു, സ്വസ്ഥയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ ദൈവം എനിക്ക് മുട്ടുവരുത്തത്തില്ല ഒന്നിലും എന്നാണ് സ്വത്ര സങ്കീർത്തനകാരൻ പറയുന്നത്. സ്വത്രം. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ എന്നെ കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്ത്. ഒരു ആടിനോടാണ് ഉപമിക്കുന്ന സങ്കീർത്തന ഭാഗം. ഒരു ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ്. അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലെ കിടത്തുന്ന, സമൃദ്ധിയുടെ നടുവിൽ എന്നെ കിടത്തുന്ന, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക്, പരിശുദ്ധാത്മാവാകുന്ന ജീവജല നദിയുടെ അരികിലേക്ക് എന്നെ നടത്തുന്ന ദൈവമാണ്. സ്തോത്രം. എൻ്റെ ഇടയൻ യഹോവയായതുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ഓർക്കണം, നമുക്കൊരു ഇടയനുണ്ട്, നമുക്കൊരു പരിപാലകനുണ്ട്. ഈ 2024 ഈ ആഴ്ചയുടെ അവസാന വാരാന്ത്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ, നമുക്കൊരു ഇടയനുണ്ട്. അല്ലലില്ലാതെ നമ്മളെ പോറ്റുവാൻ കഴിയുന്ന ശക്തനായ ഒരു ഇടയനുണ്ട്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മളെ പരിപാലിക്കുന്ന സ്വതം നല്ലൊരു ഇടയനുണ്ട്. നമ്മളെ താങ്ങുന്ന, കോരിയെടുക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്. അനർത്ഥം വരാതെ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു നല്ല ഇടയനുണ്ട്. സ്വതം. ആ ഇടയൻ്റെ കാര്യങ്ങളിൽ നാം സുരക്ഷിതരാണ്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ചെയ്ത ഇൻഷുറൻസിനേക്കാളും, നിങ്ങൾ നേടിയ അസറ്റുകളെക്കാളും, നിങ്ങളുടെ നിക്ഷേപങ്ങളെക്കാളും ഏറ്റവും വിലമതിക്കാനാകാത്തതും ഏറ്റവും സേഫുമാണ് യേശുവിനെ കർത്താവായി സ്വീകരിച്ച് ദൈവവൈതൽ എന്ന പദവി നേടപ്പെട്ട് ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ദൈവവൈതൽ, ഇടയനായി കർത്താവായി കൂടെയുള്ള ക്രിസ്തുവിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യും. അത് നിമിത്തം നിങ്ങളുടെ ജീവിതം, സ്തോത്രം, എങ്ങനെയായിരിക്കും? അനുഗ്രഹ സമ്പൂർണതയുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ദോഷങ്ങളെ മറികടക്കുവാൻ, സ്തോത്രം, അനർത്ഥങ്ങളെ, സ്തോത്രം, അനായാസേന മറികടക്കുവാൻ, കൃപയിൽ നിങ്ങളെ സംരക്ഷിക്കുവാൻ സർവശക്തനായവൻ കൂടെയുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം ഞാൻ ഒരുമിച്ച് നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എല്ലാ സങ്കടങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട്, ആകുല ചിന്തകളെയും ഭാരങ്ങളെയും ടെൻഷനും ഒക്കെ മാറ്റിവെച്ചിട്ട്, സ്തോത്രം, ക്രിസ്തുവിൽ ഒന്ന് സന്തോഷിപ്പാൻ കഴിയട്ടെ. കർത്താവ് യഹോവ എൻ്റെ ഇടയനായി, എനിക്ക് മുട്ടുവരത്തില്ല എന്നുള്ള ഉറക്ക പ്രഖ്യാപനത്തോടെ മുൻപോട്ട് ഓരോ ചുവടും വെക്കാൻ. നിങ്ങൾ എത്ര വലിയ സാഹചര്യത്തിന് മുമ്പിലാണേലും കർത്താവ് ഇടയനായിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മുട്ടും വരാൻ പോകുന്നില്ല. പരീക്ഷയിൽ മുട്ടുവരത്തില്ല, ജോലിയിൽ മുട്ടുവരത്തില്ല, ആഹാരത്തിൽ മുട്ടുവരികയില്ല, കുടുംബ ബന്ധങ്ങളിൽ മുട്ടുവരികയില്ല, സമ്പത്തിൽ മുട്ടുവരിക. എവിടെയാണോ നിങ്ങൾ ക്രിസ്തുവിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്ന മേഖലകളൊന്നും നിങ്ങളെ മുട്ടുമടക്കുവാൻ ഇടവരാതെ വണ്ണം നിങ്ങളെ നടത്തും. കാരണം യഹോവ എൻ്റെ ഇടയനായതുകൊണ്ട്. സ്വന്തം അത് പറയുവാൻ ആർജവമുള്ളവർ നെഞ്ചിത്തട്ടി പറയണം. ഈ പ്രഭാതത്തിൽ കർത്താവേ, നീ എൻ്റെ ഇടയൻ. യേശുവേ, അവിടുന്ന് അങ്ങ് എൻ്റെ ഇടയനാ. അതുകൊണ്ട് എനിക്കൊന്നിനും ഒരു മുട്ടും വരത്തില്ല. അങ്ങ് എന്നെ സ്വസ്ഥതയിൽ നടത്തും. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അത് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാതം നിങ്ങളുടെ ജീവിതം ആരംഭിക്കട്ടെ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സാഹചര്യത്തിലേക്കൊന്നും നിങ്ങൾ നോക്കണ്ട, ഇടയനെ നോക്കുക. സ്തോത്രം. ഇടയൻ നിങ്ങൾക്ക് മുമ്പുണ്ടെങ്കിൽ, ഇടയൻ വഴികാട്ടിയായി ഉണ്ടെങ്കിൽ, ഇടയൻ നിങ്ങളെ നടത്തുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലേക്കായിരിക്കും. നിങ്ങൾക്ക് വിശ്രമിക്കാവുന്ന നിലയിലേക്ക്, സ്വസ്ഥയുള്ള വെള്ളത്തിനരികത്തേക്കായിരിക്കും. നിങ്ങളുടെ ദാഹത്തെ തീർക്കുവാൻ തപ്പണം. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ തീർക്കുന്ന, നിങ്ങൾക്ക് സമൃദ്ധി നൽകുന്ന, ദാഹത്തെ തീർക്കുന്ന, അനുഗ്രഹമായ വഴികളിൽ നിങ്ങളെ നടത്തുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ അരികിലാണ് നാം. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മളെടുത്ത പ്രവചന പുസ്തകത്തിന്റെ വാഗ്ദത്ത വാക്യത്തിന്റെ അവസാന ഭാഗം, സങ്കീർത്തനം 65 11 പി പാർട്ടിൽ ഇപ്രകാരമാണ് പറയുന്നത്, നിന്റെ പാതകൾ അവൻ പുഷ്ടി പൊഴിക്കുന്നതാക്കി തീർക്കുന്നു. സ്വതന്ത്ര ദൈവത്തിന്റെ
യഹോവ ഇടയനായിരിക്കുന്ന ഒരു ദൈവവൈതലിന്റെ പാതകൾ പുഷ്ടി പിടിക്കുന്നതായിരിക്കും. അതാ പറഞ്ഞു, പച്ചയായ പുൽപ്പുറങ്ങൾ പുഷ്ടിപ്പുള്ളിടത്ത് നിന്നെ സ്വസ്ഥതയോടെ വിശ്രമിക്കുമാറാകും. നീരുറവയുടെ അരികിലേക്ക് നിന്നെ നടത്തും. പുഷ്ടി പൊഴിക്കുന്ന, അനുഗ്രഹിക്കുന്ന, നിന്റെ പാതകളെല്ലാം അനുഗ്രഹമായി തീരും. യഹോവ ഇടയനായതുകൊണ്ട് നിന്റെ പാതകൾ പുഷ്ടിയുള്ളതായി തീരും. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരോട് ഞാൻ പറയാം, ദൈവാനുഗ്രഹത്താൽ നിങ്ങൾ പുഷ്ടി പ്രാപിക്കട്ടെ. നിങ്ങളുടെ പാതകൾ പുഷ്ടി നിറയപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ വഴികൾ അനുഗ്രഹമാകട്ടെ. ദൈവം നിങ്ങളുടെ സംവത്സരങ്ങളെ നന്മകൾ കൊണ്ട് അലങ്കരിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവ്, യേശുവിന്റെ നാമത്തിൽ തിരുസലിലേക്ക് അടുത്തു എന്നെ കാണുന്ന മാന്യ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ കർത്താവ് ഞെരുക്കങ്ങളും ഇടുക്കങ്ങളും എല്ലാം മാറി ദൈവിക നിറവ് അവരുടെ ജീവിതത്തിൽ പകരട്ടെ. അനുഗ്രഹ സമ്പൂർണ്ണതയെ ആസ്വദിപ്പാൻ അവരെ സഹായിക്കട്ടെ. കൃപയുടെ കരങ്ങളിൽ തിരിയുന്ന കാണുന്ന ആരെങ്കിലുമൊക്കെ ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ കർത്താവെ, അങ്ങേക്ക് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. ബലഹീനതകളെയും കുറവുകളെയും മാറ്റി അവരുടെ പാപത്തെ പരിഹരിച്ച് നിത്യതയുടെ അവകാശികളാക്കി തീർക്കണമേ. കെട്ടുകളെല്ലാം അഴിയപ്പെടുവാൻ ഇടയായി തീരട്ടെ. എക്സാമുകളുമായി ബന്ധപ്പെട്ട് അടുത്ത ആഴ്ചയുടെ ആരംഭ ദിനത്തിൽ കാണുന്ന പിള്ളേരുണ്ട്. അവർക്ക് ഇന്ന് പഠിക്കുവാനുള്ളതും ഉത്സാഹത്തോടെ, ബുദ്ധിയോടെ, ജ്ഞാനത്തോടെ അത് ജീവാനും കർത്താവ് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് തിരികുകയാണ്. വിവിധതരമായ വിഷയങ്ങളിൽ ഞെരുക്കത്തോടെ കാണുന്ന പ്രിയമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം അവരെ അനുഗ്രഹിക്കുകയാണ്. യേശുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കണം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യുന്നവരെ കർത്താവ് യേശു ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കും. ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളെയും ഞങ്ങൾ കണ്ടുമുട്ടുന്ന പ്രിയപ്പെട്ടവരെയും എല്ലാം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. ഇന്ന് ഈ പ്രഭാതം കർത്താവെ, എന്നെയും എൻ്റെ കർത്താവെ സഹോദരങ്ങളെയും ആത്മീയ സഹോദരങ്ങളെയും കർത്താവ് ചാനലിലുള്ള കുടുംബാംഗങ്ങളെയും ആദ്യമായി കാണുന്നവരെയും എല്ലാം പിതാവിന്റെ കരങ്ങളിൽ നൽകി അനുഗ്രഹിക്കുകയാണ്. കർത്താവിന്റെ നാമം മഹത്വം എടുക്കുന്ന അത്ഭുതമായി ഞങ്ങളുടെ ജീവിതം തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കും. തൃക്കരങ്ങളിലേക്ക് തിരുന്നു. പിതാവോട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അപ്പോൾ ഈ വാരാന്ത്യം ഏറ്റവും അനുഗ്രഹമായിട്ട് നിങ്ങളുടെ യാത്രകൾ പുഷ്ടിപ്പുള്ളതായി തീരട്ടെ. നിങ്ങൾ കാൽ വയ്ക്കുന്ന മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യഹോവ ഇടയനായി നിങ്ങളോട് കൂടെയുണ്ട്. ഇടയൻ നിങ്ങളെ നടത്തും, പരിപാലിക്കും, അത്ഭുതമാക്കി തീർക്കും. അതുകൊണ്ട് സന്തോഷത്തോടെ നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആഴ്ച നമുക്ക് ഈ ആഴ്ചയുടെ അവസാന ദിവസത്തെ വിട്ട് തുടങ്ങാം. സ്വതന്ത്ര ദൈവമോർത്തം കണ്ട് ആനന്ദിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ടെക്സ്റ്റ് ചെയ്യണം. സ്വതന്ത്രം സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കണം. നമുക്ക് ദൈവസന്നിധിയിൽ അത് പങ്കുവയ്ക്കാനുള്ള നല്ല സമയമുണ്ട്. അത് പ്രാർത്ഥിക്കുവാനും അവസരമായി എനിക്കും തീരുമല്ലോ. ദൈവത്തിന് മഹത്വം. സ്വതന്ത്രം ഇന്നലെ നമ്മുടെ വൈകിട്ടത്തെ ലൈവ് കാണണം. സ്വതന്ത്ര പ്രാർത്ഥന ഉണ്ടായിരുന്നു, സാക്ഷ്യങ്ങളുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവർ കാണണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ ദിവസവും വൈകിട്ട് കുടുംബ പ്രാർത്ഥന ഉണ്ട്. അതിൽ പങ്കെടുക്കാൻ കഴിയുന്നവരെല്ലാം ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരാം. നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വൺസ് അഗൈൻ ലവ് യു ഡിയർ.